എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ ഒരു യുവനടി പാലക്കാട് എംഎൽഎയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ നടി പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം നിരന്തരമായിട്ട് തനിക്ക് അശ്ലീല മെസ്സേജ് അയക്കുകയും തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും അതിനു വേണ്ടിയിട്ട് കൊച്ചിയിലെ പല സ്റ്റാർ ഹോട്ടലിലേക്കും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ ചില സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടം റൂം ബുക്ക് ചെയ്ത് 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ബുക്കിംഗ് റെസിപ്റ്റ് വരെ അയച്ചു കൊടുത്തു. അതായത് അത്രയും പ്രേരിപ്പിച്ചു ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു തെറ്റാണ്. ഈ നടി എന്ന് വെച്ചാൽ ഇത് നടി മാത്രമല്ല, ഇവരൊരു കോൺഗ്രസ് അനുഭാവി കൂടിയാണ്. അപ്പോൾ ഈ നടി തന്നെ കോൺഗ്രസിൻ്റെ പല ഉന്നത നേതാക്കന്മാരുമായിട്ട് നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഈ നടിയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം പങ്കെടുത്തിരുന്നു. അത് വി.ഡി. സതീശൻ്റെ നാട്ടുകാരി കൂടിയാണ് ഈ നടി. അപ്പോൾ വി.ഡി. സതീശൻ്റെ അടുത്ത് തന്നെ പലതവണ പരാതിപ്പെട്ടിട്ടും അതിനെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പോൾ ഇത്രയും കോലാഹലം മീഡിയകളൊക്കെ ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കും എന്ന തലത്തിൽ, അതായത് ദേശീയ നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്ത് വിശദീകരണം ചോദിച്ചു. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവും ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകക്ഷി പരിപാടിയാണ് ഇവിടെ. അതായത് ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ വരുന്ന സ്ത്രീകളടക്കം ഇവർ വലിയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. വളരെ ഗുരുതരമായ തെറ്റാണ്. അതായത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അതായത് സംഘടനയോട് ഇഷ്ടം തോന്നിയിട്ട് പ്രവർത്തിക്കാൻ വരുന്ന സാധാരണക്കാരായ സ്ത്രീകളെ, കാണാകൊള്ളാവുന്ന സ്ത്രീകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്, ഇത്തരത്തിലെ ആൾക്കാർ. അപ്പോൾ നാളെ ഇവരൊക്കെ ഭരണത്തിലെത്തിയിട്ട് മന്ത്രിമാരും അങ്ങനെ ഉന്നത പദവി അലങ്കരിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാലും ഒരാൾ പോലും ഒരു സ്ത്രീയെ പോലും ഇവൻ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ വി.ഡി. സതീശനൊക്കെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആവാൻ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവനൊക്കെയാണ് നാളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് ആലോചിച്ച് നോക്കി കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഇതൊന്നല്ല, ഈ വിഷയത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് മുമ്പും പല രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല ലൈംഗിക ആരോപണങ്ങളും പുറത്തു വിട്ടത് അടുത്തിടെ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കിയ സന്ദീപ് വാര്യർ ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അത് വാര്യർക്ക് പണിയറിയാം. ചുമ്മാതല്ല BJP CPM വിടാതെ നേരെ കോൺഗ്രസിലോട്ട് വിട്ടത്. അതായത് കോൺഗ്രസിലെ അത്യാവശ്യം ആൾക്കാർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനുദിനം അപ് ടു ഡേറ്റ് ആയിട്ട് BJP അറിയിക്കുക. അതായത് BJP ഒരു ചാരൻ എന്ന രീതിയിലാണ് സന്ദീപ് വാര്യരെ BJP ഒരു ഡെപ്യൂട്ടേഷൻ എന്ന നിലയിലാണ് കോൺഗ്രസിലേക്ക് അയച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് പറയുന്നത്. സത്യം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ അവതാരക്ക് ഗർഭമുണ്ടാക്കിയെന്നൊരു വാർത്ത ചോർന്നത് ശരിക്കും സന്ദീപ് വാര്യരാണ് ചോർത്തിയെന്നില്ല കോൺഗ്രസ്സുകാർ അടക്കം അറിയാം. അതായത് ഈ സന്ദീപ് വാര്യർക്ക് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും നല്ലൊരു പകയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്താണ് ഈ സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്തിരുന്നു. പക്ഷേ ഈ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ കറിവേപ്പിലാക്കി മാറ്റി. സന്ദീപ് വാര്യരെ ഈ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലൊക്കെ ചേർന്നിട്ട് സൈഡിലേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സന്ദീപ് വാര്യർ വിടില്ല. സന്ദീപ് വാര്യറിന് ശരിക്കും സന്ദീപ് വാര്യർ ബേസിക്കലി ഒരു RSSകാരനാണ്. ഒരു സംഘപ്രവർത്തകൻ. എന്നാൽ തനിക്കിട്ട് പണിയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും പണിയാൻ അറിയാം. അതായത് ഇപ്പം നരേന്ദ്രമോദിയൊക്കെ കളിക്കുന്നില്ലേ, അതായത് എത്രത്തോളം പണിയുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് പണിയുന്നില്ലേ. ഒരു ക്ലിയർ ഇത് തന്നെയാണ് സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദീപ് വാര്യരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാനൽ അവതാരകർക്ക് ഗർഭമുണ്ടാക്കിയ വാർത്തയും അതൊക്കെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പ്രചാരണം കൊടുത്ത് സന്ദീപ് വാര്യർ ആണെന്ന് പാർട്ടി രാഹുൽ മാങ്കൂട്ടം പോലും പരാതിപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം സന്ദീപ് വാര്യർക്ക് ഈ 2026 നടക്കുന്ന ഇലക്ഷനിൽ സീറ്റ് കൊടുക്കരുത്, സന്ദീപ് വാര്യർ RSSൻ്റെ ചാരൻ ആണ് എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടി ഷാഫി പറമ്പിലൊക്കെ സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചു. ഇത് ശരിക്കും ചോർന്ന് കിട്ടി. അതായത് അവർ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ശരിക്കും സന്ദീപ് വാര്യറിന് ചെവിയിലെത്തി. വാര്യരും വാര്യർ ചില്ലറക്കാരനല്ല, വാര്യർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോക്കസും ഒരു സർക്കിൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നടിയുടെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ സന്ദീപ് വാര്യർ ആണ് എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് പാലക്കാട് ഇതിലൊരു കണ്ണുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സോഷ്യൽ മീഡിയ പറയുന്ന മാതിരി സന്ദീപ് വാര്യർ RSSൻ്റെ ചാരനായിട്ട് ഒരു ഡെപ്യൂട്ടേഷനിൽ കോൺഗ്രസിലേക്ക് വന്നതാണെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ഈ പാർട്ടിയെ നാണം കെടുത്തുക എന്ന നിലയിലേക്കാണ് കാര്യം പോകുന്നതെങ്കിൽ രണ്ട് വെർട്ടിക്കൽസ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി സന്ദീപ് വാര്യർ RSSൻ്റെ ചാരനാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സൊസൈറ്റിയുടെ മുമ്പ് കൊണ്ടുവരിക, അവരെ താറടിക്കുക എന്നൊരു ദൗത്യമായിരിക്കും ചിലപ്പോൾ സന്ദീപ് വാര്യറിന് കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതൊന്നല്ല, സന്ദീപ് വാര്യർ BJP അടിച്ച് പിരിഞ്ഞ് ആ ഒരു കോൺടെസ്റ്റിലാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ലക്ഷ്യം വെക്കുന്നത് പാലക്കാട് സീറ്റ് തന്നെയാണ്. അത് ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ സന്ദീപ് വാര്യർക്ക് മുമ്പ് തൃശ്ശൂർ സീറ്റ് കൊടുക്കുന്നതിൽ ഒരു വലിയ രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ K. സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയും പറ്റുമെങ്കിൽ സുരേന്ദ്രൻ വന്ന് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് കാണിക്കുന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വരെ സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ സീറ്റും കൊടുക്കാൻ പോകുന്നില്ല, ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. അതിൽ പിന്നിൽ ചരട് വലിച്ചത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അപ്പോൾ
വാര്യർ വെറുതെ ഇരിക്കില്ലല്ലോ. വാര്യർ നല്ല പണിയാണ് ഒപ്പിച്ചതെന്ന് വെച്ചാൽ കൊടുത്തത്. പൊളിറ്റിക്സിൽ അങ്ങനെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, വളർത്തണം, തളർത്തേണ്ടവർ തളർത്തണം, അങ്ങനെ കളിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ്, ഏകദേശം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആരൊക്കെ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കണം എന്നൊരു ചർച്ച പുറത്തു വരും. അപ്പോൾ വാര്യർ ലക്ഷ്യം വെക്കുന്നത് പാലക്കാട് സീറ്റ് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. ഈ പാലക്കാട് സീറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്ത് വെളിയിൽ കളയണം. അതിന് വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ കളിച്ചൊരു കളിയാണ്. വാര്യർക്ക് നന്നായിട്ട് കളി അറിയാം. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്നു, വാര്യർക്ക് നന്നായിട്ട് പണി അറിയാവുന്ന തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നന്നായിട്ടൊരു പണി കൊടുത്തു തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. ഈ രാഹുൽ മാങ്കൂട്ടം ഈ എന്താ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലും അതിന് വെളിയിലുള്ള ആൾക്കാർ, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അത് ഇതിനു മുമ്പും വാർത്ത വന്നിരുന്നു. അതായത് ആദ്യം SMS അയക്കും, പിന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കും, അതും കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റയിലേക്കും, പിന്നെ ഫേസ്ബുക്കിലേക്കും, പിന്നെ എന്താ പറയുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കുന്ന വിരുദ്ധനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ഇതൊക്കെ നല്ല രീതിയിൽ സന്ദീപ് വാര്യർ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ തക്ക നോക്കിയിട്ട് തന്നെ ഉണ്ടല്ലോ ഒരു അടി കൊടുത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ടാണ് വാര്യർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അടിക്കാൻ ഈ ഒരു സമയം തിരഞ്ഞെടുത്തതെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ രാഹുൽ മാങ്കൂട്ടം, കുറേ നാളെ രാഹുൽ മാങ്കൂട്ടം ഈ എന്താ പറയുക മീഡിയയുടെ മുന്നിൽ വരാത്തതും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അതായത് ഈ മുമ്പ് ചാനലിൽ ഒരു യുവതിക്ക് ഗർഭം ഉണ്ടാക്കിയെന്നൊരു വാർത്ത വലിയ രീതിയിലെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ആ വാർത്ത പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണെന്നുള്ള കാര്യം എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഒരാൾക്കെതിരെ മാനനഷ്ട കേസോ ഇതുമായിട്ടും അദ്ദേഹം മുന്നോട്ട് പോയില്ല. അപ്പോൾ അദ്ദേഹം ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ട് നമ്മുടെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള മോശം ഒരു പരാമർശം നടത്തി. അതായത് സുരേഷ് ഗോപി BJPയിലെ മാന്യനായ കള്ളനാണ് എന്ന രീതിയിലുള്ള. അപ്പോൾ ആ സമയം തന്നെ ഒന്ന് നോക്കി ആലോചിച്ച് നോക്കി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എന്താ പറയുക ഈ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി രാഹുൽ മാങ്കൂട്ടം മാന്യനായൊരു കോഴിയാണെന്നില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ കലികാലത്തിൽ എല്ലാം സ്പോട്ടിലാണ്, വിത്തിൻ ഡേയ്സ് ആണ്. അങ്ങനെയാണ് ഈ സംഘപരിവാർ പ്രൊഫൈലിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത് വാര്യർ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം സന്ദീപ് വാര്യർ RSSന്റെ ചാരനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ ആ സമയം നോക്കി സുരേഷ് ഗോപിക്ക് രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ ഒരു മാനക്കേട് ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ നല്ല തക്ക നോക്കിയൊരു പണി കൊടുത്തു തന്നെയാണ്. എന്തായാലും നാണം കെട്ടു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇയാൾ പോവുകയാണ്. എന്തായാലും ഒരു കാരണവശാലും ഇനി എന്താ പറയുക ഇവനെ ഈ സ്ഥാനത്ത് വെച്ച് പൊറപ്പിക്കില്ല. അപ്പോൾ വലിയ രീതിയിലെ പ്രശ്നങ്ങളാണ് പാർട്ടിക്കകത്ത്. അല്ലെ, ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇനിയും ഈ കോഴിയെ വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഒരു സ്ത്രീകളും കിട്ടില്ല, സ്ത്രീകളെ വോട്ട് കിട്ടില്ല. ഇപ്പോൾ തന്നെ ഇടത് പ്രൊഫൈലിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അത്രയും കോഴിത്തരം ഇവനെയാണ്, ഇവൻ ചെയ്ത പ്രവർത്തികൾ. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ലൈംഗിക വൈകൃതങ്ങളുമില്ല, ഒരു ഫുൾ വീഡിയോ അടുത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവനെ എന്താ പറയുക ഒഫീഷ്യലി നടി പരാതിപ്പെട്ടിട്ട് ഇവനെ പിടിച്ച് ജയിലിലിടണം. ഇവൻ ശരിക്കും ജയിലിൽ കിടക്കാൻ അർഹനാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.